എൻ്റെ ഡെലിവറി സ്റ്റോറിയുടെ രണ്ടാമത്തെ പാട്ടാണിട്ടത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഫുള്ളായിട്ട് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പാർട്ട് 2 ആക്കിയിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ നമ്മുടെ ഡെലിവറി ശനിയാഴ്ച കഴിഞ്ഞുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസം അങ്ങനെ ഡിസ്ചാർജ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉണ്ണിയുടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഞ്ഞപ്പിത്തുണ്ടോ, അതേപോലെ തന്നെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞായറാഴ്ച അവിടെ ലീവാണ്, അതുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ചയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ടെസ്റ്റ് ചെയ്യലും അതേപോലെ തന്നെ മഞ്ഞപ്പിത്തൊക്കെ ചെക്ക് ചെയ്തപ്പോൾ വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ തിങ്കളാഴ്ച അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിതിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യത്തെ ഡെലിവറിനേക്കാളും ഒന്നും കൂടി എനിക്ക് നന്നായിട്ട് എന്നെ തോന്നിയിട്ടുണ്ടായിരുന്നത് സിസ്റ്റർമാരായാലും അതേപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഓരോ ക്ലീനിങ് സ്റ്റാഫ് ആയാലും പോലും നമ്മളോട് നല്ല രീതിക്ക് തന്നെയാണ് പെരുമാറുന്നതും. പിന്നെ അത്യാവശ്യത്തിന് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വാർഡിൽ ആദ്യം കിടക്കുന്ന സമയത്ത് ഒരു സൈഡ് നല്ല വൃത്തിയുള്ള ബാത്റൂം അതേപോലെ തന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഓപ്പോസിറ്റ് വേറൊരു സൈഡ് ഉണ്ട്, അവിടെ വലിയ രീതിയിൽ അവർ വൃത്തിയാക്കാണ്ടല്ല കേട്ടോ. പക്ഷെ അവിടുത്തെ പേഷ്യൻസ് തന്നെ എന്താ പറയുക, ഫുഡ് കഴിച്ച വേസ്റ്റ് ഒക്കെ നമ്മളെ എന്താ പറയുക പാത്രം കഴുകുന്ന സ്ഥലത്ത് അങ്ങനെ കൊണ്ടിട്ട് അങ്ങനെ വൃത്തികേടാക്കാറുണ്ട് കേട്ടോ. അല്ലാണ്ട് അവർ ക്ലീൻ ആക്കാണ്ട് അങ്ങനെ ഇട്ടിട്ട് പോവുക, അതല്ലാന്നുണ്ടെങ്കിൽ വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകാത്ത അവസ്ഥ അങ്ങനെയൊന്നുമില്ല. അവർ ഒരാള് കാലത്ത് വരും കേട്ടോ. കാലത്ത് അതായത് പുലർച്ചെയൊക്കെ ആകുമ്പോൾ വരാറുണ്ട്. ഒരു 5 മണി 4:30-5 മണി ആ ഒരു ടൈമിൽ വരാറുണ്ട്. പിന്നെ ഒരു 11 മണിക്ക് ഒരു ചേച്ചി വരാറുണ്ട്. പിന്നെ രാത്രി വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വേസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുഡിൻ്റെ വേസ്റ്റ് ഒരു സ്ഥലത്ത്, പ്ലാസ്റ്റിക് വേറെ കവറിൽ, പിന്നെ അതേപോലെ വല്ല കടലാസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല അത് വേറെ കവറിൽ, അങ്ങനെ മൂന്ന് സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ വൃത്തിയും എടുപ്പൊക്കെ നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു സൈഡിൽ കൂടുതലായിട്ട് ഈ കുട്ടികളുടെ വാർഡും അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർ അങ്ങനെ 3 സെക്ഷനായിട്ടുണ്ടായിരുന്നത്. അതിൽ ആരാന്നറിയില്ല, അവർ ഫുഡ് കഴിച്ച് വേസ്റ്റ് മുഴുവൻ ആ ഒരു സൈഡിൽ അങ്ങനെ കൊണ്ടിടുന്നു. കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു വെള്ളം ഒഴിച്ച് കളയുകയാണെങ്കിൽ നമുക്ക് ഇത്ര വൃത്തികേടായിട്ട് തോന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നത്. ബാക്കിയൊന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് അവിടുന്ന് കാലത്ത് ഇതേപോലെ ഫുഡ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ പുട്ട്, കടല, ഇഡ്ഡലി, സാമ്പാർ, ഉപ്മാവ്, അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ കഞ്ഞി അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഉപ്പേരിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ പാർട്ടിയുടെ ബേസിൽ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതൊന്നും ഇല്ല. പിന്നെ ഒരു 7 മണി ആ സമയത്ത് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് PV ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളിയാഴ്ച ഒരു 2 തവണയൊക്കെ ചെയ്യുമ്പോഴത്തേനും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ടില്ല, നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാന്നുള്ളത് ഡെലിവറി. അങ്ങനെ പിന്നെ ശനിയാഴ്ച പിന്നെ അത്യാവശ്യം തവണ അവർ ചെയ്ത് നോക്കുന്നുണ്ട്, കാരണം ഉണ്ണി ഇറങ്ങി വന്നോ എത്ര ഇഞ്ച് ആയി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എൻ്റെ രണ്ടാമത്തെ ഡെലിവറി ആണെങ്കിൽ പോലും എനിക്ക് PV ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പേടിയായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പേടിയും അതേപോലെ തന്നെ ഭയങ്കര വേദനയും തോന്നാറുണ്ട്. ചിലർ പറയാറുണ്ട് അവർക്ക് വലിയ രീതിയിൽ വേദനയും കാര്യങ്ങളൊന്നും ഇല്ലാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ PV ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. പലർക്കും പലതരത്തിലാണല്ലോ എക്സ്പീരിയൻസ് ഉണ്ടാവുക. അപ്പം എനിക്ക് ഇങ്ങനെയാണ്, ആദ്യത്തേനായാലും ഇപ്പോഴത്തേനായാലും ഭയങ്കര പേടിയും അതേപോലെ തന്നെ വേദനയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ PV എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വേദനയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് വേദനയും അതേപോലെ തന്നെ എന്താ പറയുക പേടി ഉള്ളത് കൊണ്ട് തന്നെ PV എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞ ടെൻഷനാണ്. പിന്നെ വെള്ളിയാഴ്ചയാണ് കേട്ടോ അഡ്മിറ്റ് ആയതിനു ശേഷം ആകെ ഫസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് എന്തായാലും അറിയാമല്ലോ, ഡെലിവറിയുടെ സമയത്ത് അവർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും, എൻ്റെ നോർമൽ ഡെലിവറിയാണ്. അപ്പോൾ അവിടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല നിൽക്കാനായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എൻ്റെ നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് മാറ്റി നമ്മളോട് യൂറിൻ പാസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്തൊക്കെ എനിക്ക് നന്നിരിക്കുന്ന ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് എന്താ പറയുക, നമുക്ക് സാധാരണ ആ ഒരു കട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയും ചേച്ചിയും പിടിച്ചിട്ടാണ് ഒരുവിധം ഞാൻ യൂറിൻ തന്നെ പാസ് ചെയ്തത്. അതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പേടിച്ചിട്ടാണ് പിന്നെ വേഗം അത് പോയിട്ട് ചെയ്തത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു ട്യൂബ് കയറ്റുക, ആ വേദന വീണ്ടും സഹിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു വേദന സഹിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പേടിയായതുകൊണ്ട് തന്നെ ഞാൻ വേഗം
കുറച്ചധികം വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് പിന്നെ നമ്മൾ എന്താ പറയുക യൂറിൻ പാസ് ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ആഴ്ചയിലും മേലെ നല്ല രീതിക്കുള്ള ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ കുറഞ്ഞ് വന്നിട്ട് ഒരു 28 ആകുമ്പോഴത്തേനും സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ രണ്ടാമത്തെ ഡെലിവറിയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടുത്തെ നഴ്സുമാരായാലും ഡോക്ടർമാരായാലും ക്ലീനിങ് സ്റ്റാഫായാലും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളും എന്താ പറയുക കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തേനെ അപേക്ഷിച്ചിട്ട് നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെലിവറിയുടെ എക്സ്പീരിയൻസ് പറയുന്നത് എനിക്ക് രണ്ട് തരത്തിലാണ് കേട്ടോ. ആദ്യത്തേന് ഞാൻ കുറേ അധികം നേരം ലേബർ റൂമിൽ കിടന്നിരുന്നു. പക്ഷെ ഇത്രയ്ക്ക് എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടാമത്തേന് ഞാൻ പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങിയെങ്കിലും പക്ഷെ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ മേലെയായിരുന്നു കേട്ടോ. ഏറെ കൂടുതൽ എന്നെ ടെൻഷൻ ആക്കിയത് എൻ്റെ വയറ് തന്നെയാണ്. വയറ് ഭയങ്കരമായിട്ട് പ്രഷറായിട്ട് നിൽക്കുക, അതേപോലെ തന്നെ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് നിൽക്കണ ഒരവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നേഴ്സുമാർ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ കൂടുതലും ടെൻഷനായി. അങ്ങനെ ആകെ കൂടി ഒരു ടെൻഷൻ നിറഞ്ഞ ഒരു പ്രസവമായിരുന്നു അത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ആദ്യത്തെ ഡെലിവറിക്ക് എന്താണ് സംഭവം എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ രണ്ടാമത്തെ ഡെലിവറിക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സംഭവങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡെലിവറിയുടെ ഡേറ്റ് എടുക്കുമ്പോൾ ആ ഒരു സമയം എടുക്കുമ്പോൾ കുറച്ചധികം പേടിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിഷമം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ ഗൾഫിലാണ്. അപ്പോൾ ലീവിന് എന്തായാലും ഡെലിവറിയുടെ സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു വിഷമമുണ്ട്. പിന്നെ എനിക്ക് ഡെലിവറി റൂമിലേക്ക് അല്ലെങ്കിൽ ലേബർ റൂമിലേക്ക് കയറുന്ന സമയത്ത് എന്താണെന്നറിയില്ല, എനിക്ക് മൂത്ത മോളെ ഇങ്ങനെ നമുക്ക് വിട്ടിട്ട് ഡെലിവറി റൂമിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് എന്തൊരു വിഷമവും പേടിയും അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. പറയാ സന്തോഷത്തിനാണ് നമ്മളൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യത്തിനെ പോകുന്നെങ്കിലും മനസ്സ് ഭയങ്കര വിഷമിച്ചിട്ടാണ് ഞാൻ ഡെലിവറിക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡെലിവറിക്ക് കയറിയപ്പോഴും അതെ ഞാൻ പറഞ്ഞില്ല, പെയിന് ഭയങ്കരമായിട്ട് കൂടിയും വയറിങ്ങനെ പ്രഷറായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് അപ്പം എൻ്റെ മനസ്സിൽ വന്നത് ഒന്ന് എൻ്റെ അമ്മയും അതേപോലെ തന്നെ എൻ്റെ മോളുമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് അവരെന്നെ കൂടുതലായിട്ട് കാണണം എന്നൊക്കെയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. കരച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എൻ്റെ മോളാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കരമെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പം എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ലേബർ റൂമിലേക്ക് ആരെയും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല. പേഷ്യൻസ് ഡോക്ടേഴ്സ് മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറണത്. അപ്പം നമ്മൾ കുട്ടികളെയോ അതല്ലാന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിനോ അമ്മയും അച്ഛനോ ഭർത്താവിനെ ആരെയും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല കേട്ടോ. പിന്നെ എൻ്റെ മാത്രം ഡെലിവറി ആയതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ലേബർ റൂമിൻ്റെ പുറത്തുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ആൾക്കാരും എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരും പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരും എൻ്റെ റിലേറ്റീവ്സും അങ്ങനെ കുറച്ച് ആൾക്കാരാണ് കേട്ടോ പുറത്ത് ലേബർ റൂമിൻ്റെ പുറത്തായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഇങ്ങനെ നിലവിളിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ അവർക്കും ടെൻഷനായി തുടങ്ങി എന്താന്നുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 11 മണി കഴിഞ്ഞ് ഡോക്ടറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ സൗണ്ട് കുറയുകയും ചെയ്ത്. അപ്പോഴും അവർക്കൊരു ടെൻഷനായിരുന്നു, കാരണം പെട്ടെന്ന് ഇത്ര നേരം സൗണ്ട് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം എന്താ സൗണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് കുട്ടീനും എന്നെയും കണ്ടതിന് ശേഷമാണ് എൻ്റെ അമ്മയ്ക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമായത്. കാരണം ആ നിലയ്ക്കായിരുന്നു എൻ്റെ കരച്ചിൽ. എന്താ പറയുക ഭയങ്കരമായിട്ട് ഓളിട്ട് കരയാന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികം ഞാൻ ഉറക്കെയായിട്ട് ആ ലേബർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞിരുന്നത്. അത്രയ്ക്ക് എനിക്ക് എന്താ പറയുക വേദന സഹിക്കാനായിട്ട് പറ്റിയിരുന്നില്ലായിരുന്നില്ല. എല്ലാവരും എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങണ വരെ ടെൻഷൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അമ്മ എന്ന് മാത്രമല്ല ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയായാലും നല്ല ടെൻഷനൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഏറെ ടെൻഷനായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴാഴ്ച എനിക്ക് മരുന്ന് വെച്ചല്ലോ, ആ കൂട്ടത്തിൽ 2 ആൾക്കും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ 2 ആൾക്കാർക്കും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരാളുടെ ഡെലിവറി ഓൾറെഡി വ്യാഴാഴ്ച തന്നെ പെയിൻ വന്നപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സിസേറിയൻ ആയിരുന്നു. പിന്നെ ഒരു കുട്ടിയുടെ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയൊക്കെ ആ ഒരു ടൈമിലൊക്കെ ആകുമ്പോൾ ആ കുട്ടീനെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ 2 ദിവസമായിട്ട് മരുന്ന് വെച്ചിട്ടും എനിക്ക് ഡെലിവറി ആവുന്നില്ലായിരുന്നു, പെയിൻ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്കും പേടിയായി. പിന്നെ എൻ്റെ അമ്മയ്ക്കും ഭയങ്കരമായിട്ട് പേടിയായിട്ടുണ്ടായിരുന്നു, എന്താ ഡെലിവറി ആവാത്തത്. പിന്നെ ആണെങ്കിൽ ഡെലിവറി ഡേറ്റ് ഇതേപോലെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 27, 28 ആയിട്ടുണ്ടായിരുന്നു. 2-4 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ആ ഒരു എന്താ പറയുക സ്കാനിങ്ങിലെ ഡേറ്റ് ആവും. അതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ എന്താ നമുക്കൊരു പെയിന് വരുള്ളൂ, അങ്ങനത്തെ ഒരു സംഭവമേ എനിക്ക് വരുന്നില്ല. ചെറിയ ഒരു വേദന പോലും എനിക്ക് വന്നിരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗ്ലൂക്കോസിൽ കൂടെ അവർ എന്തോ ഒരു മരുന്നിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ വേദന വന്നിട്ട് അങ്ങനെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് എന്താണെന്നറിയില്ല, വേദന കൊണ്ടാണോ ഇനി എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ആരോടും അങ്ങനെ സംസാരിക്കാനോ, പേട്ടൻ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു വീഡിയോ കോൾ. പക്ഷെ ആളിനായിട്ട് ഞാൻ അന്ന് രാത്രി ആയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്കായിട്ട് ആൾ കുറേ തവണ എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്കാണെങ്കിൽ മിണ്ടാനും പറ്റുന്നില്ല. വേദനയൊക്കെ ഞാൻ ഹോസ്പിറ്റലിലെ ബെഡ് അറിയില്ല, കുറച്ചിങ്ങനെ ഹൈറ്റ് കൂടുതലാണ്. അപ്പം നമുക്ക് കയറി ഇരിക്കാനായാലും കെടുക്കാനായാലും അതിൻ്റേതായ ബുദ്ധിമുട്ട് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിയാണെങ്കിൽ പാല് കുടിക്കുന്നുണ്ടായിരുന്നില്ല. ആള് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം ആ ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ആൾ ഓക്കെ ആയി. പക്ഷെ അന്നത്തെ ദിവസം ഒന്നും അധികം നേരമൊന്നും അങ്ങനെ പാല് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പാല് കുടിക്കാനായിട്ട് എണീക്കുമ്പോഴായാലും അത് നമ്മൾ ഇരുന്നിട്ടാണല്ലോ പാല് കൊടുക്കാം. അങ്ങനെ എടുക്കുമ്പോഴായാലും നമുക്ക് ഉണ്ണീനെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഗ്ലൂക്കോസ് കയറ്റാനായിട്ട് ഒരു സൂചി പോലത്തെ കുത്തുമല്ലോ, അതിൽ ഒന്നെൻ്റെ എന്താണെന്നറിയില്ല, ഡെലിവറി കഴിഞ്ഞ് നമ്മളിതൊക്കെ ഊരുമല്ലോ, ഭയങ്കരമായിട്ട് വേദന അവിടെ നിന്ന് വന്നിരുന്നു കേട്ടോ. അത് ഇടത്തേ കയ്യിലുള്ളത്. പിന്നെ അവിടെ അങ്ങനെ ഒരു നീർക്കെട്ട് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വലത്തേ കൈയിട്ട് വലിയ കുഴപ്പമില്ല. ഇടത്തേ കൈയിട്ട് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ആ സൈഡ് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വീർപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേഴ്സ് വന്നപ്പോൾ നേഴ്സിനോട് പറഞ്ഞത് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടേ ഊരുള്ളൂ എന്നാണ് കേട്ടോ. അങ്ങനെ തിങ്കളാഴ്ച കാലത്താണ് തോന്നുന്നത്, ഡിസ്ചാർജ് ചെയ്യണതിൻ്റെ കാലത്ത് വന്നിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു സംഭവം ഊരിയത്. അത് ഊരി കഴിഞ്ഞിട്ടായാലും അവിടെ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ പോലെ തന്നെ ഒരു നീര് വന്ന് കെട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, അതേപോലെ ആയിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു വാർഡിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ ഒഴിച്ചിട്ട്, അപ്പം എൻ്റെ വരുന്നേക്കാളും മുന്നേ ഉള്ളവരുടെയും അതേപോലെ ഞാൻ വന്നതിന് ശേഷമുള്ളവരുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ചിലവരൊക്കെ ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്തു കേട്ടോ. പക്ഷെ ഞാൻ മാത്രം എന്താണെന്നറിയില്ല, മരുന്ന് കഴിച്ചിട്ടായാലും നമുക്കൊരു വിധത്തിലുള്ള വേദനയും വരുന്നില്ല, അല്ലാണ്ടായാലും വേദനയൊന്നും വന്നിരുന്നില്ല കേട്ടോ. അപ്പം എന്താ കറക്റ്റായിട്ട് നമുക്കറിയില്ല. പക്ഷെ വേദനയും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ വന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഇഞ്ചക്ഷനിലൂടെ ഒക്കെയാണ് കേട്ടോ നമുക്ക് ആ ഒരു പെയിന് നല്ല രീതിക്ക് വന്നു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസത്തെ ആ ഒരു മരുന്നിൻ്റെ ഫുള്ള് റിയാക്ഷൻ വന്നത് ഈ ഒരു ഡെലിവറിയുടെ സമയത്തായിട്ടാണെന്ന് തോന്നുന്നു. കാരണം അന്ന് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇനി എനിക്ക് എന്തെങ്കിലും പറ്റുമോ അങ്ങനത്തെ എന്താ പറയുക, ചീത്ത ചിന്തകളൊക്കെ ആ ഒരു സമയത്ത് വരുന്നുണ്ടായിരുന്നു. 23-ാം തീയതി അഡ്മിറ്റ് ആയിട്ട് പിന്നെ നമ്മൾ ഡിസ്ചാർജ് ആവുന്നത് 30-ാം തീയതി ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 8 ദിവസത്തോളം നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. തോന്നുന്നു കൂടുതൽ ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ട് തന്നെയല്ല കേട്ടോ. ഏകദേശം 7 ദിവസത്തോളം എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ നമ്മൾ വാർഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാർഡിൽ നമ്മൾ വ്യാഴാഴ്ച വരെ ഉണ്ടായിരുന്നു. ചിലവരാണെങ്കിൽ നേരം വെളുക്കോളം വർത്താനം പറയണവരുണ്ടാവും, ചിലവർക്കാണെങ്കിൽ സീരിയൽ കാണേണ്ട തിരക്കാണ്. അപ്പോൾ അതും അവർ കുറേ നേരം ഇരുന്ന് കാണും. ചിലവർ ഫോണിൽ വർത്താനം പറയണവർ. അപ്പം നമ്മൾ എടുക്കണവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു വ്യാഴാഴ്ച വരെ അങ്ങനെ ഉറക്കവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വ്യാഴാഴ്ച വൈകുന്നേരം ആയപ്പോഴാണ് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൂം കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം വേറെ ഒന്നും നോക്കില്ല, റൂമിലേക്ക് മാറി. പിന്നെ നമ്മൾ ആ വ്യാഴാഴ്ച നല്ല രീതിയിലൊന്നും ഉറങ്ങി. പിന്നെ നമുക്ക് വെള്ളിയാഴ്ച മരുന്നും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീറ്റുകൊണ്ടിരിക്കുന്നില്ല. അപ്പം ഏറ്റവും ഉറക്കം പോയി. പിന്നെ എന്താ പറയുക, ഡെലിവറി ആയിരുന്നു ശനിയാഴ്ച. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് അതും അന്നത്തെ ദിവസം ഉറക്കം പോയി. പിന്നെ ഞായറാഴ്ച ആയാലും അതെ, നമുക്ക് എന്താ ഉണ്ണീനെ എടുക്കലും പിന്നെ ഓരോരുത്തർ കാണാൻ വരലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ദിവസത്തെ ഉറക്കം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ സുഖമായിട്ടൊന്ന് ഉറങ്ങിയത്. അതും 8 ദിവസത്തെ ഉറക്കം മുഴുവൻ ഞങ്ങൾ പിന്നെ ഈ ഒരു ബാക്കിയുള്ള ദിവസങ്ങളിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉറക്കമൊക്കെ നമുക്ക് എന്തായാലും വേണ്ട ഒരു കാര്യമാണ്. ശരിയായിട്ട് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ അത് തന്നെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഉറക്കം ശരിയായിരുന്നില്ലെങ്കിൽ ഭയങ്കര തലവേദനയും പിന്നെ ഒരു ക്ഷീണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു 8 ദിവസം ശരിയായിട്ട് എന്താ പറയുക, ഒന്നോട് ഉറങ്ങാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും വേറെ ഉണ്ടായിരുന്നു. നമുക്ക് ഡെലിവറിയുടെ പെയിനും പിന്നെ ഈ എന്താ പറയുക, നമ്മുടെ കയ്യിൽ ഈ ഗ്ലൂക്കോസ് കയറ്റുന്നതിൻ്റെ പെയിനും അത് വേറെ. നമുക്ക് പെട്ടെന്ന് വേദന വന്നിട്ട് നമ്മൾ ഏതെങ്കിലും സൈഡിലേക്ക് തിരിയുമ്പോൾ ഇതിലത്തെ സൂചി അങ്ങോട്ട് ചിലപ്പോൾ ഊരിക്കും, അതിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് അങ്ങനത്തെ ഇഷ്യൂ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ബുദ്ധിമുട്ട് എന്താണെന്ന് തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ ഒരു സമയത്താകുമ്പോൾ നമ്മൾ ആദ്യം ഇത് ലാബിൽ പോയിട്ടൊന്ന് സീൽ വെക്കണം. പിന്നെ അവിടുന്ന് സീല് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയിട്ട് OP ടിക്കറ്റ് ഒക്കെ എടുക്കണ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് വീണ്ടും സീല് വെക്കണം. ഇനി എന്തെങ്കിലും ചെറിയ എമൗണ്ട് ചില ഇതിന് അടയ്ക്കാൻ വരാറുണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് അടച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നിടത്തേക്ക് നമ്മൾ ഈ ടെസ്റ്റിന് എഴുതിയിട്ടുള്ളത് കൊണ്ടു കൊടുക്കണം.
അതെനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ്, അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ എന്താ പറയുക ഫ്രീ ആയിട്ടാണ് കേട്ടോ. പക്ഷെ ഈ ഒരു പ്രൊസീജിയറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സമയം എന്താ പറയുക ഒരു വിധം അങ്ങനെ പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമില്ല. അപ്പൊ അതിന് ഇവരെയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉണ്ണീനെ കിട്ടുമ്പോൾ ആദ്യം തന്നെ BCG എടുക്കും, പിന്നെ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ തന്നെ കൊണ്ടുവരുന്നത്. അതിനൊന്നും പിന്നെ ഞാൻ പോയിട്ടില്ല, അതൊക്കെ അമ്മയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം തന്നെ നമ്മൾ അവരെ കുത്തി വെക്കല്ലേ അങ്ങനെ. അപ്പൊ അമ്മയാണ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ആള് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. 3200 ആയിരുന്നു കേട്ടോ ഉണ്ണീന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര വേദന സഹിച്ചിട്ടായാലും നമുക്ക് ഉണ്ണീനെ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടോ. വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അപ്പൊ ദൈവം ഇനിയും എന്താ പറയാ ആരോഗ്യ ആയുസൊക്കെ ഉണ്ണിക്ക് കൊടുക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന തന്നെയായിട്ടുള്ളത്. ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ എന്റെ ഡെലിവറി സ്റ്റോറിയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.